94% എഫിഷ്യൻസിയിൽ പറയാൻ പറ്റും ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ കുട്ടിക്കില്ല എന്ന് സ്ഥിരീകരിക്കാൻ പറ്റും. മനുഷ്യൻ്റെ കാര്യത്തിൽ 100% ആയിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എഗെയിൻ പറയുന്നു, ഈ ഡേറ്റിംഗ് സ്കാൻ പ്ലസ് ഡബിൾ മാർക്കറിൻ്റെ എഫിഷ്യൻസി ഏകദേശം 94% ഉള്ളൂ. ഞാൻ ഡോക്ടർ സ്മിതി ജോർജ്, ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വി ആർ പ്രഗ്നൻറ്റ് സീരീസിൻ്റെ 5th എപ്പിസോഡിലേക്ക് സ്വാഗതം. എത്ര സ്കാനുകളാണ് ഒരു പ്രഗ്നൻസിയിൽ ചെയ്യേണ്ടത്? പ്രഗ്നൻസിയിൽ LMP മുതൽ 6 വീക്സ് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പീരീഡ് മിസ് ചെയ്ത് 2 ആഴ്ച 3 ആഴ്ച ആകുമ്പോഴാണ് ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നത്. ഈ സ്കാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസി ലൈവ് ആണോ അല്ലേ എന്ന് തിരിച്ചറിയുക. സെക്കൻഡ്, അത് യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെയാണോ എന്ന് ഉറപ്പിക്കുക. മൂന്നാമത് 1-2 കുട്ടികളുണ്ടോയെന്നോ അതിൻ്റെ പൊസിഷനും ഒക്കെ കണ്ടുപിടിക്കുക. ഇതാണ് ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത് ചെയ്യുന്നത് 6 to 7 വീക്സ് ഫ്രം LMP ആണ്. ഇനി സെക്കൻഡ് സ്കാൻ നമ്മൾ ചെയ്യുന്നത് ഏകദേശം 11 ആഴ്ചയും 14 ആഴ്ചയുടെ ഇടയ്ക്കാണ്. എന്ന് വെച്ചാൽ എഗെയിൻ നമ്മുടെ റെഫറൻസ് പോയിൻ്റ് LMP ആണ്, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡാണ്. അപ്പോൾ ഈ 11 to 14 വീക്ക് സ്കാനിന് 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഇതിലത്തെ ഡേറ്റാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ്. ഇതിൻ്റെ എറർ ഒരു 3 to 5 ഡേയ്സേ ഇതിൻ്റെ ഡേറ്റിൽ എറർ വരുള്ളൂ. സെക്കൻഡ് തിങ് ഇസ്, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ഒരു സ്കാനിങ് ആണ്. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രൈസോമി 21, ട്രൈസോമി 18, ട്രൈസോമി 13, ഇതൊക്കെ ക്രോമസോംസിലുള്ള അംഗവൈകല്യങ്ങൾ. ഈ സ്കാനും അതിനോടൊപ്പം തന്നെ ഒരു ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇതും കൂടി ചെയ്താൽ നമുക്കൊരു 94% എഫിഷ്യൻസിയിൽ പറയാൻ പറ്റും ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ കുട്ടിക്കില്ല എന്ന് സ്ഥിരീകരിക്കാൻ പറ്റും. മനുഷ്യൻ്റെ കാര്യത്തിൽ 100% ആയിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എഗെയിൻ പറയുന്നു, ഈ ഡേറ്റിംഗ് സ്കാൻ പ്ലസ് ഡബിൾ മാർക്കറിൻ്റെ എഫിഷ്യൻസി ഏകദേശം 94% ഉള്ളൂ. ഇനി അടുത്ത സ്കാനാണ് അനോമലി സ്കാൻ. ഇത് 5-ാം മാസം അറൗണ്ട് 20 വീക്സ് ആണ് ചെയ്യുന്നത്. ഇത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഹോൾ ബോഡി സ്കാനാണ്. ബേബിയുടെ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് നോക്കും, ഫീറ്റൽ എക്കോ ചെയ്ത് ഹാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യും, യൂറിനറി ബ്ലാഡർ, അതേമാതിരി സ്കെലിറ്റൽ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നോക്കും. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ്, എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രശ്നമുണ്ടോ എന്നേ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എഗെയിൻ പല കാര്യങ്ങളും ഈ അനോമലി സ്കാനിങ്ങിലും മിസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് വല്ല ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസോ അങ്ങനെ വർക്കിങ്ങിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളും ഈ 5th മന്ത് സ്കാനിങ്ങിൽ കണ്ടുപിടിക്കണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ സ്കാനിങ്ങിൻ്റെ ഒരു എഫിഷ്യൻസി 90 to 95% നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള സ്കാനിങ് ഏകദേശം 30 ആഴ്ച, പിന്നെ 34 അടുത്ത്, ഇങ്ങനെ നമ്മൾ പിന്നെ ചെയ്യുന്നതൊക്കെ ഗ്രോത്ത് സ്കാൻസ് ആണ്. ഈ ഗ്രോത്ത് സ്കാനിൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഡേറ്റ് അതിൽ അടിച്ചു വരുന്നേ ഉള്ളൂ. ഈ ഡേറ്റ് നമ്മൾ നോക്കാറില്ല. ഇനി ഇതിലെന്താ നമ്മൾ നോക്കുന്നത്? ബേബിയുടെ മൂവ്മെൻറ്റ്സ്, ബേബിയുടെ വെള്ളം, ഈ ലൈക്കർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേമാതിരി തന്നെ നമുക്ക് കുറച്ച് വളർച്ചക്കുറവൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്കാനാണ് ഡോപ്ലർ സ്കാൻ. ഈ ഡോപ്ലർ സ്കാൻ ബ്ലഡ് ഫ്ലോനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബ്ലഡ് ഫ്ലോ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ കുട്ടിക്ക് വളർച്ചക്കുറവ് വരുന്നത് ഈ ബ്ലഡ് ഫ്ലോ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ബ്ലഡ് ഫ്ലോ കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് സ്കാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഫ്രീക്വൻറ്റ് സ്കാൻ ചെയ്ത് ബ്ലഡ് ഫ്ലോയിൽ റിവേഴ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ വയറ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടും സേഫ് അല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ 34 വീക്സിലൊക്കെ ബേബീനെ പുറത്തെടുക്കേണ്ടതായ സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഈ സ്കാനിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രശ്മികൾ ഒട്ടും ഹാംഫുൾ അല്ല. പല ഹൈ റിസ്ക് പ്രഗ്നൻസിയിലും ചിലപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വരെയൊക്കെ സ്കാൻ ചെയ്യേണ്ടി വരാം, എക്സ്പെഷ്യലി ഡോപ്ലർ സ്കാൻ. പക്ഷെ ഇതൊന്നും കുഞ്ഞിനെ ബാധിക്കുന്നതല്ല, കൊച്ചിന് ഹാംഫുൾ അല്ല. ഈ ഒരു എക്സ്പീരിയൻസും ഈ ഒരു അറിവുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.